8 വർഷത്തോളം നീണ്ട പ്രണയം ഇപ്പോഴിതാ മതത്തിന്റെയും ആചാരങ്ങളുടെയും എല്ലാ വേലിക്കെട്ടുകളും തകർത്ത് കുടുംബവിളക്കിലെ ശീതളായി അഭിനയിച്ച ശ്രീലക്ഷ്മിയും കാമുകൻ ജോസ് ഷാജിയും വിവാഹത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസം 15-നാണ് ശ്രീലക്ഷ്മിയുടെയും ജോസിന്റെയും വിവാഹം. അതിനു മുന്നോടിയായി ഇന്നലെ നടന്ന മഞ്ഞക്കല്യാണം അഥവാ ഹൽദി ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രണയനിർഭരമായ ചടങ്ങുകളിലൂടെ വർണ്ണാഭമായ ആഘോഷത്തിൽ അതിസുന്ദരിയായാണ് ശ്രീലക്ഷ്മി ഒരുങ്ങിയത്. ആ ഭംഗി കണ്ട് മയങ്ങിപ്പോയ ജോസിനെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അഭിനയമോഹം കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലെത്തുകയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചെങ്കിലും ശ്രീലക്ഷ്മി ഏറ്റവും ശ്രദ്ധേയായത് കുടുംബവിളക്കിലൂടെയാണ്. തിരുവനന്തപുരം സ്വദേശിനിയാണ് ശ്രീലക്ഷ്മി എന്ന പേരിനേക്കാൾ കുടുംബ പ്രേക്ഷകർക്ക് പരിചിതം കുടുംബവിളക്കിലെ സുമിത്രയുടെ മകൾ ശീതളിനെയാണ്. ഒട്ടനവധി സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീലക്ഷ്മിക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുത്തത് കുടുംബവിളക്ക് സീരിയലും ശീതൾ എന്ന കഥാപാത്രവുമാണ്. കുടുംബവിളക്കിന്റെ 1ഉം 2ഉം സീസണുകളിൽ ശ്രീലക്ഷ്മി ഭാഗമായിരുന്നു. ഇപ്പോൾ താരം ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് അഭിനയിക്കുന്നത്. അതേസമയം മറ്റൊരു പ്രധാന ദിവസം ജീവിതത്തിലേക്ക് കടന്നുവരാൻ പോകുന്ന സന്തോഷത്തിലാണ് നടിയുള്ളത്. ശ്രീലക്ഷ്മി വിവാഹിതയാകുവാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് താരം തന്റെ വിവാഹ തീയതി പുറത്തുവിട്ടത്. ജനുവരി 15-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം നടക്കുക. ഇക്കഴിഞ്ഞ മെയ്യിൽ താൻ പ്രണയത്തിലാണെന്നറിയിച്ച് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ നടി പങ്കുവച്ചിരുന്നു. ബാംഗ്ലൂരിൽ ലെക്ചററായ ജോസ് ഷാജിയാണ് വരൻ. ഇരുവരുടെയും പ്രണയവിവാഹമാണിത്. സ്കൂൾ കാലഘട്ടം മുതലുള്ള പ്രണയം പൂവണിയാൻ പോകുന്ന ത്രില്ലിലാണ് നടിയുള്ളത്. ശ്രീലക്ഷ്മിയും ജോസും 2 മതത്തിൽപ്പെട്ടവരായതിനാൽ തങ്ങളുടെ വിവാഹത്തിന് മതാചാരപ്രകാരമുള്ള വിവാഹ ചടങ്ങുകളൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു. ഹിന്ദു ആചാരപ്രകാരമൊന്നുമല്ല വിവാഹം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. തീർത്തും സ്വകാര്യമായൊരു ചടങ്ങിൽ ജോസ് എന്നെ താലി കെട്ടും. അങ്ങനെ ഒരു ചടങ്ങാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്. 2 കുടുംബങ്ങളും പിന്നെ അത്രയും അടുത്തുള്ള സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങായിരിക്കും. അമ്പലത്തിലോ പള്ളിയിലോ ചടങ്ങുകൾ വേണ്ടെന്ന് 2 വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച ശേഷമാണ് തീരുമാനമെടുത്തത്. +1-ൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ശ്രീലക്ഷ്മിയും ജോസും റിലേഷൻഷിപ്പിലാകുന്നത്. 8 വർഷമായി ബന്ധം തുടങ്ങിയിട്ട്. തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു. ഫീൽഡിൽ വന്ന സമയം നാട്ടിലും കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി. ജോസിന്റെ വീട്ടിലായിരുന്നു പ്രധാന പ്രശ്നം. അവരെ കൺവിൻസ് ചെയ്യിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ശ്രീലക്ഷ്മിയുടെ വീട്ടിലും വലിയ എതിർപ്പായിരുന്നു. പക്ഷേ ഇരുവരുടെയും ഇഷ്ടങ്ങൾക്ക് വീട്ടുകാർ പതുക്കെ ഒപ്പം നിൽക്കുകയായിരുന്നു. ടിക്ടോക്ക് വീഡിയോകളാണ് അഭിനയമോഹം ശ്രീലക്ഷ്മിയിൽ ജനിപ്പിച്ചത്. നടിയുടെ തുടക്കം ചോക്ലേറ്റിലൂടെയാണ്. കാസ്റ്റിംഗ് കോളുകൾ വഴിയാണ് ചോക്ലേറ്റിൽ എത്തിയത്. അവിടെ നിന്നാണ് പക്വതയുള്ള ഒരുപിടി കഥാപാത്രങ്ങൾ കൈയടക്കത്തോടെ ചെയ്യുന്ന അഭിനേത്രിയായി ശ്രീലക്ഷ്മി വളർന്നത്. കുടുംബവിളക്കിനും ചോക്ലേറ്റിനും പുറമെ കൂടത്തായി, കാർത്തിക ദീപം തുടങ്ങിയ സീരിയലുകളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.